Hello dear students, welcome to my maths class. So in the class the continuation of LPP problem by the graphical method aanto solve cheyan povunnathu. Namukku nere question lotte povam. Okay, the next question is maximize and minimize the objective function z equal to 3x plus 9y subject to the constraints x plus 3y less than or equal to 60, x plus y greater than or equal to 10, x less than or equal to y, x greater than or equal to 0 and finally y greater than or equal to 0. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന എൽ പി പി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒപ്റ്റിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫൈൻഡ് ചെയ്യണം, മിനിമം ഫൈൻഡ് ചെയ്യണം. സോ അപ്പോൾ എൽ പി പി ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാനായിട്ട് വി വോണ്ട് ടു കൺവേർട്ട് ദ ഇനീക്വാളിറ്റീസ് ടു ഇക്വാളിറ്റീസ്. സോ അപ്പോൾ ആദ്യം ഇനീക്വാളിറ്റീസിന് 3 എണ്ണം ഇവിടെ വരുന്നുണ്ട് അല്ലേ, അത് നമുക്ക് ആദ്യം ഇക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. സോ ദിസ് ബിക്കംസ് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10, എക്സ് ഈക്വൽ ടു വൈ. ഇതാണ് 3 ഇൻഇക്വാളിറ്റി വരുന്നത്. നമുക്കിതിൻ്റെ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ദറ്റ് ഈസ് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ത് വന്നു, അതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ത് വന്നു, എക്സ് ഈക്വൽ ടു 0, 3y ഈക്വൽ ടു 60 എന്ന് വന്നു. 3y ഈക്വൽ ടു 60 ദാറ്റ് ഈസ് y ഈക്വൽ ടു 60/3. 60/3 എത്ര വരുന്നത്, 20 അല്ലേ വരുന്നത്. സോ ദിസ് ഈസ് 20. ഓക്കെ, ഇനി y 0 ആയിട്ട് ചൂസ് ചെയ്യുക. വെൻ y ഈക്വൽ ടു 0 ദ വാല്യൂ ഓഫ് എക്സ് 60 വന്നു. സോ അപ്പോൾ അടുത്ത പോയിൻറ്റ് 60, 0. കൺസിഡർ ദ സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. അവിടെ എന്ത് വന്നു, എക്സ് വൈ അറിയാം അല്ലേ. വെൻ എക്സ് ഈക്വൽ ടു 0 ദ വാല്യൂ ഓഫ് വൈ ഈക്വൽ ടു 10 ആൻഡ് ഓൾസോ വെൻ വൈ ഈക്വൽ ടു 0 ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 10. നെക്സ്റ്റ് കൺസിഡർ ദ തേർഡ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൈ. ഈ ഇക്വേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്, എക്സ് ഈക്വൽ ടു വൈ കേട്ടോ. എന്നാലും നമുക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചേക്കാം. എക്സും വൈയും സെയിം ആണ്. എക്സ് 0 ആകുമ്പോൾ വൈ 0 വരും, എക്സ് 1 ആകുമ്പോൾ വൈ 1 വരും, എക്സ് 2 ആകുമ്പോൾ വൈ 2 വരും, എക്സ് -1 ആകുമ്പോൾ വൈ -1 വരും, എക്സ് -2 ആകുമ്പോൾ വൈ -2 വരും. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ. സോ അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, പോയിൻറ്റ്സ് ആർ 0, 20, 60, 0 ആൻഡ് ഹിയർ 0, 10 and 10, 0 and here 0, 0, 1, 1, 2, 2, -1, -1, -2, -2, etc. Okay, so next we want to plot the graph. പോയിൻറ്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0, 20. 0, 20 എന്ത് വന്നു, ഇവിടെ വന്നു അല്ലേ. 0, 20 ഈസ് ഓൺ ദ വൈ ആക്സിസ്. ഞാനിവിടെ 10 യൂണിറ്റ് സ്കെയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് 60, 0 എന്ന് പറയുന്നത് ഇസ് ഓൺ ദ എക്സ് ആക്സിസ്. ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. Joining these two points we get a straight line corresponding to the linear equation x plus 3y equal to 60. ഇതിൻ്റെ റീജിയൻ ഓഫ് സൊല്യൂഷൻ കൂടി ഒന്ന് ഫൈൻഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കൺസ്ട്രെയിൻറ്റ് എത്ര എങ്ങനെ വന്നിരിക്കുന്നത്, എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്നാണ് വന്നിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു പോയിൻ്റാണ് 0, 0. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ബിക്കം 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഇറ്റ്സ് എ ട്രൂ ഫാക്ട്. സോ അപ്പോൾ നമുക്ക് പറയാം ഈ 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന സൈഡിലോട്ട് തന്നെയായിരിക്കും ഈ കൺസ്ട്രെയിൻ്റെ സൊല്യൂഷൻ പോകുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അത് കിട്ടി. നെക്സ്റ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാം. 0, 10, 10, 0. 0, 10 എന്ന് പറയുന്നത് ഇവിടെ വന്നു അല്ലേ, 10, 0. ഓക്കെ, ഇനി 2 പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിനിങ് ദീസ് 2 പോയിൻറ്റ്സ് we get a straight line corresponding to the equation x plus y equal to 10. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഫൈൻഡ് ചെയ്യണം. നമുക്ക് അതിൻ്റെ കൺസ്ട്രെയിൻ്റ് എടുക്കാം. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ്. ഇതുപോലെ തന്നെ കണ്ടോ, ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നൊരു പോയിൻ്റ് ആണല്ലോ 0, 0. അത് ഞാൻ ചൂസ് ചെയ്യുകയാണേ. അതങ്ങനെ വന്നു 0 + 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, അല്ല അല്ലേ. 0 10നേക്കാൾ വലുതാണെന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് ഫോൾസ് ആണ്. അപ്പോൾ 0, 0 ലൈ ചെയ്യുന്ന
സൈഡിലോട്ടല്ല ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മുകളിലോട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത്. ഇനി അടുത്ത ലൈൻ എടുക്കുക, എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അതിൻ്റെ പോയിൻറ്റ്സ് വരുന്ന 0 0 1 1 2 2 അങ്ങനെ വരുന്നത്. അതായത് എന്ന് പറയുന്നത് 0 0 കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ, ഇതാണ് എക്സ് ഈക്വൽ ടു വൈ. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നോക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സ് വൈയിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ അത് എങ്ങടേക്കായിരിക്കും വരുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നോക്കി, ഞാൻ ജസ്റ്റ് ഈ ഒരു പോയിൻ്റ് എടുക്കാം കേട്ടോ. ഇത് 10 0 അല്ലേ? 10 0 എടുത്തൊന്ന് വെറുതെ നോക്കാം, വരുമോ? 10 0-നേക്കാൾ ചെറുതാണോ? അല്ലല്ലോ, അല്ല, തെറ്റാണ്. അപ്പോൾ ഇങ്ങടേക്കല്ല. ഇനി നിങ്ങളുടെ നമുക്കൊന്നുകൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലുള്ളൊരു പോയിൻ്റാണിത്. ഇത് 0 10 ആണ് വൈ ആക്സിസിലെ പോയിൻ്റ്. ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ? ആണല്ലോ. സോ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ പോകുന്നത് മുകളിലോട്ടായിരിക്കും. മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ എല്ലാവർക്കും. ഓക്കെ ആണല്ലോ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ റീജിയൻ മുകളിലോട്ട് വന്നു. ഇനി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമൺ റീജിയൻ എങ്ങടേക്കായിരിക്കും വരുന്നത്? ഈ ലൈൻ പോകുന്ന റൈറ്റ് സൈഡിലോട്ട്, ഇതിൻ്റെ സൊല്യൂഷൻ താഴേക്ക്, ഇതിൻ്റെ സൊല്യൂഷൻ മുകളിലോട്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതായിരിക്കും? ഇതുണ്ടോ? ഇതാണ് ഇവിടുത്തെ കോമൺ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ കോൺവെക്സ് റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യുക. കോർണർ പോയിൻറ്റ്സ് എങ്ങനെയൊക്കെ വരും? ഇതൊരു പോയിൻ്റ് അല്ലേ, ഞാൻ എ ആയിട്ട് ചൂസ് ചെയ്തു കേട്ടോ. ഈ പോയിൻ്റ് 0 10 ആണല്ലേ, അപ്പോൾ ഈ പോയിൻ്റ് എ. ഇനി ഈ പോയിൻ്റ് ബി ആണേ, പോയിൻ്റ് നമുക്ക് അറിയില്ല, ആ പോയിൻ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം, ബി. അടുത്തൊരു പോയിൻ്റാണ് ഇത് സി, അതും അറിയില്ല, ഫൈൻഡ് ചെയ്യണം. ഈ പോയിൻ്റ് അറിയാം, ഡി. അത് 0 20 എന്നാണ് ഈ പോയിൻ്റ് വരുന്നത്. അപ്പോൾ കോർണർ പോയിൻറ്റ്സ് ഞാനിവിടെ എഴുതി വെക്കുകയാണേ, അതങ്ങ് കണ്ടുവയ്ക്കാം. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് വരുന്നത്? ബി എന്ന് പറയുന്ന പോയിൻ്റ് ഈ രണ്ട് ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10ഉം എക്സ് ഈക്വൽ ടു വൈയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. സോ അപ്പോൾ അതങ്ങ് ഫൈൻഡ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യാണ്. ഈ ലൈൻ ബി ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബി ഫൈൻഡ് ചെയ്യാനായിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10, ഈ ലൈനും ഈ ലൈൻ എക്സ് ഈക്വൽ ടു വൈ ഇത് തമ്മിൽ സോൾവ് ചെയ്യുക. എളുപ്പമല്ലേ ഇത്? രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു വൈ ആണ്. ഫസ്റ്റ് ഇക്വേഷനെ കൊണ്ടുപോയിട്ട് ആ സെക്കൻഡ് ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് പ്ലസ് വൈക്ക് പകരം എക്സ് തന്നെ കൊടുക്കുക. എക്സ് ഈക്വൽ ടു 10, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 10 ഓർ എക്സ് ഈക്വൽ ടു 10/2 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യുക? വൈയുടെ വാല്യൂ കാണണം. എക്സും വൈയുടെ ഈക്വൽ ആണെന്ന് ഇക്വേഷൻ 2 എന്ന് കിട്ടുന്നുണ്ടല്ലോ. സോ അപ്പോൾ വൈ എന്ത് തന്നെയായിരിക്കും? 5 തന്നെ വരും. സോ അപ്പോൾ ഈ പോയിൻ്റ് 5 5 ആണ് വരുന്നത് കേട്ടോ. ബി എന്ന് പറയുന്ന പോയിൻ്റ് വരുന്നത് 5 5. ഓക്കെ, ഇനി അടുത്തത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണേ. ഇവിടെ കാണാം. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സി എന്ന് പറയുന്നത് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു ലൈൻസ്. ദ ഫസ്റ്റ് ലൈൻ ഈസ് എക്സ് ഈക്വൽ ടു വൈ. സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60. ഇത് സെക്കൻഡ് ലൈൻ. അപ്പോൾ ഇത് തമ്മിൽ സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വന്നു? എക്സ് പ്ലസ് ഇവിടെ വൈ ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ എക്സും വൈയും ഈക്വൽ ആണ്. സോ അപ്പോൾ ഇത് 3x എന്നായി ഈക്വൽ ടു 60. സെക്കൻഡ് ഇക്വേഷൻ ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3x, ദാറ്റ് ഈസ് 4x ഈക്വൽ ടു 60 ഓർ എക്സ് ഈക്വൽ ടു 60/4. ദാറ്റ് ഈസ് 60/4 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 15 അല്ലേ വരുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടിയിരിക്കുന്ന 15 ആണ് കേട്ടോ. ഇനി ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ, ദെർഫോർ ഇവിടെ നമുക്ക് കിട്ടും വൈയും 15 ആണ്. സോ അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് 15 15. ഓക്കെ, ഇനി ഞാൻ ആ പോയിൻറ്റ്സ് ഇവിടെ കൊടുക്കുകയാണ്. ബി ഈസ് 5 5 ആൻഡ് സി ഈസ് 15 15. അപ്പോൾ ബിയും സിയും കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇസഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഈസ് 3x plus 9y. ഓക്കെ, 3x + 9y. ഈ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് മാക്സിമം കാണണം, മിനിമവും കാണണം.
അപ്പോൾ മാക്സിമം എന്ത് വരും നോക്കാം ആദ്യം, അല്ലെങ്കിൽ മിനിമം എന്ത് വരും നോക്കാം. ആദ്യം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അറ്റ് ദ പോയിൻറ്റ് 0, 10 എന്ത് വന്നു? 3 × 0 + 9 × 10. 3 × 0 0 ആയിപ്പോയി. 9 × 10 എന്ന് പറയുമ്പോഴേക്കും അത് 90 വന്നു. നെക്സ്റ്റ് Z = 3 × 5 + 9 × 5 എന്ത് വന്നു? 3 × 5 15 + 9 × 5. അത് സോൾവ് ചെയ്യുക കേട്ടോ. സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് ആസ് 60. ഇനി അടുത്തത് Z = 3 × 15 + 9 × 15, that is 180. And at the point 0, 20, 3 × 0 + 9 × 20, that is 180. സോ അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ ഏതാണ്? മിനിമം വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. അറ്റ് ദ പോയിൻറ്റ് 55 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടുത്തെ മിനിമം വാല്യൂ വരുന്നത്. അതുപോലെ ഇവിടുത്തെ മാക്സിമം വാല്യൂ വരുന്നത് ഇത് രണ്ടും മാക്സിമം വാല്യൂ ആണ്. 180 എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ 2 പോയിൻറ്റ്സിൽ മാക്സിമം വാല്യൂ വരുന്നുണ്ട്. 15 15ലും 0 20ലും. ഇത് ഇവിടുത്തെ മിനിമം വാല്യൂ. ഓക്കെ, ഇവിടുത്തെ മാക്സിമം വാല്യൂ 2 പോയിൻറ്റ്സിൽ വരുന്നുണ്ട്. മാക്സിമം വാല്യൂ വരുന്നത് 180 ആണ്. അത് 2 പോയിൻറ്റ്സിൽ വരുന്നുണ്ട്, 15 15ലും 0 20ലും. സോ അപ്പോൾ ഇവിടെ നമുക്ക് പറയാം 2 പോയിൻറ്റ്സിൽ ഇവിടുത്തെ മാക്സിമം വരുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ every point on the line segment CD joining the 2 corner points C and D also give the same maximum value. അപ്പോൾ സിയിലും ഡിയിലും മാക്സിമം വാല്യൂ 180 വരുന്നുണ്ടെങ്കിൽ ഈ സിനെയും ഡിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെൻ്റ് ഉണ്ടല്ലോ, ഓക്കെ, സിനെയും ഡിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലെ ഉള്ളിൽ വരുന്ന ഏത് പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം മാക്സിമം വാല്യൂ 180 ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. So that is every point on the line segment CD joining the 2 corner points C and D also give the same maximum value. അപ്പോൾ 2 പോയിൻറ്റ്സിൽ ഇവിടെ മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലും നമുക്ക് കിട്ടുന്നത് മാക്സിമം വാല്യൂ തന്നെയായിരിക്കും, സെയിം മാക്സിമം വാല്യൂ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് മിനിമം പറയാം കേട്ടോ. അപ്പോൾ മിനിമം 2 വാല്യൂ ഉണ്ടെങ്കിൽ, ഓക്കെ, 2 പോയിൻറ്റ്സിൽ മിനിമം വരുന്നുണ്ടെങ്കിൽ ആ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലും കിട്ടുന്നത് സെയിം മിനിമം വാല്യൂ ആയിരിക്കും. ഇതൊരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് LPP പ്രോബ്ലത്തിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഒപ്റ്റിമം വാല്യൂ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ അപ്പോൾ LPP പ്രോബ്ലത്തിന് ഒരു ബൗണ്ടഡ് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിമം വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്വസ്റ്റിനെ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു നെക്സ്റ്റ് LPP ക്വസ്റ്റിനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.